എടോ രഞ്ജിത്തെ ആ പരാതിക്കാരനെ നിങ്ങൾ വിളിച്ച ഇയാളാരാണ്? സഹോദരിയുടെ മകനാണ് സാർ. ആ എടോ ആ പാർട്ടിക്കാർ വരാന്ന് പറഞ്ഞപ്പോഴാണ്. ആ ഇല്ല ഇപ്പൊ വേറൊരു കേസുണ്ട്, അവരൊരു 3 മണിക്ക് ശേഷം വന്നാൽ മതി. ആ ഓക്കെ ശരി. സാർ. ആ നിങ്ങളല്ലേ പരാതിക്കാരി? അതെ സാർ. പേരെന്താ പറഞ്ഞത്? മഞ്ജു. ആ ഇരിക്കും. എന്തായാലും നിങ്ങളുടെ പരാതി? സാറേ 10 വർഷം മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പം 6 മാസമായി ഞങ്ങൾ മ്യൂച്വൽ ഡൈവോഴ്സായിട്ട്. അന്ന് കോടതിയിൽ വെച്ച് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ സാധനങ്ങളും ആൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ തന്നു, പക്ഷെ ഇനിയും ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടാനുണ്ട്. ഗോൾഡായിട്ടും പിന്നെ സ്ഥലം വിറ്റതിൻ്റെ പൈസയൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ പേരിലൊരു മുട്ടുസൂചി പോലും ആളുടെ അടുത്ത് ഉണ്ടാവരുത്. അതെനിക്ക് വാശിയുള്ള ഒരു കാര്യമാണ്. സാർ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടായി തരണം. ഇത് പറഞ്ഞൊക്കെ കേട്ടില്ലേ? അതിൽ വല്ല സത്യമുണ്ടോ? നിങ്ങൾക്ക് എന്നിട്ട് പറയാനുള്ളത്? സാറേ, ഞാനൊരു പ്രവാസിയാണ്. 10 വർഷം മുമ്പാണ് ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. എനിക്ക് 5 സഹോദരിമാരാണ്. ഞാനാണ് ഈ സഹോദരിമാർ 5 പേരെ വിവാഹം കഴിപ്പിച്ചയച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ കുറച്ച് വൈകി. ഞങ്ങൾ തമ്മിൽ ഒരു 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് സാർ. കല്യാണം കഴിഞ്ഞ സമയത്ത് വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു സാറേ. ഞാൻ 2 വർഷത്തിലൊരിക്കലും നാട്ടിൽ വരും, 2 മാസം നാട്ടിലുണ്ടാവും, ഞാൻ തിരിച്ചു പോകും. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്, ചെറിയ മക്കളാണ്. ഇതിനിടയിൽ ഇവൾക്കൊരു വലിയ വയ്യായികമാണ്. ഞാനങ്ങനെ നാട്ടിലെത്തി, ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇവൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അതിനിടയിലാണ് സാറേ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് ഇവള് ഈ നിൽക്കുന്ന ആളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അവിടെ നിന്നാണ് സാറേ ഞങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നത്. എന്റെ പേരെന്താണ്? രമേശൻ. എന്താ ജോലി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സാറേ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 2 3. ഇതിന്റെ മോനെ നീ പണി കിടക്കണ, നീ ഇവിടെ മാറിക്കണ. ഇതിക്കുള്ള ഞാൻ തരാം, ഞാൻ കഴിയട്ടെ. ആ പറയും, നിങ്ങൾ പറയും. അതെല്ലാം വിട്ടുകളഞ്ഞേക്ക് സാറേ.